പ്രാർത്ഥന ബാലിശമാകരുത്. 113 സങ്കീർത്തനം 1 മുതൽ 9 വരെ. ചിന്തയ്ക്കായിട്ട് 7-ാം വാക്യം. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോയി ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കഥ കേട്ടിട്ടുണ്ട്. അവളുടെ അധ്യാപിക അവൾക്കൊരു പേടി സ്വപ്നമായിരുന്നു. അധ്യാപികയുടെ കരുണയില്ലാത്ത അടിയിൽ നിന്ന് തന്നെ രക്ഷിക്കണേ എന്നായിരുന്നു ആ ബാലികയുടെ എന്നുമുള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ഇതുപോലുള്ള ബാലിശമായ പ്രാർത്ഥനകളായി തീരാറുണ്ട്. രോഗങ്ങളിൽ നിന്നും, വിപത്തുകളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും വിടുവിക്കണേ, പരീക്ഷയിൽ ജയിപ്പിക്കണേ എന്നിങ്ങനെയുള്ള ഉദ്ദിഷ്ട കാര്യ സിദ്ധിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും മേൽപ്പറഞ്ഞ പെൺകുട്ടിയുടെ പ്രാർത്ഥനയും തമ്മിൽ എന്താണ് വ്യത്യാസം? പ്രയർ ഈസ് നോട്ട് എസ്കേപ്പ്, പ്രയർ ഈസ് ദ വേ ടു കോൺക്വിസ്റ്റ്. പ്രാർത്ഥന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള രക്ഷപ്പെടലോ ഒഴിഞ്ഞുമാറലോ അല്ല, പൊരുതി കീഴടക്കാനുള്ള മാർഗമാകുന്നു എന്ന് വില്യം ബാർക്ലേ പറയുന്നു. ഭയാനകമായ ഒരു പരിതസ്ഥിതിയിൽ നിന്ന് പ്രാർത്ഥന നമ്മെ രക്ഷിക്കുകയല്ല, അതിനെ നേരിടാനും അതിജീവിക്കുവാനുമുള്ള കരുത്ത് നൽകുകയാണ് ചെയ്യുന്നത്. ദൗർഭാഗ്യകരമായ അനുഭവങ്ങളുടെ അടിമയായി തീരാതെ മനുഷ്യനെ അവയുടെ യജമാനാക്കി തീർക്കുന്നത് പ്രാർത്ഥനയാണ്. ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ആ പാനപാത്രം നീക്കുവാൻ നിവൃത്തിയുണ്ടായിരുന്നില്ല. അതിൻ്റെ മട്ടുവരെ ഊറ്റിക്കുടിക്കേണ്ടിയിരുന്നു. പക്ഷേ യേശുവിൻ്റെ പ്രാർത്ഥന കുരിശിലേക്കും അതിനപ്പുറത്തുള്ള മഹാവിജയത്തിലേക്കും തന്നെ നയിക്കുന്നതിനാവശ്യമായ ശക്തി ആർജിക്കുന്നതിനെ സഹായിച്ചു. നമുക്ക് നേരിടേണ്ട പ്രതിസന്ധികളിൽ നിന്നോ പ്രശ്നങ്ങളിൽ നിന്നോ ഓടിപ്പോകുവാനുള്ള കുറുക്കുവഴിയല്ല പ്രാർത്ഥന. നേരെ മറിച്ച് പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിനുള്ള വഴി പ്രാർത്ഥന നമുക്ക് കാണിച്ചു തരുന്നു. പക്ഷേ സാധാരണക്കാർ കുറുക്കുവഴികളാണ് ഇഷ്ടപ്പെടുന്നത്. മുത്തശ്ശി കഥയിൽ പറയുന്ന മാതിരി എടുകുടുക്കെ ചോറും കറിയും എന്ന് പറയുമ്പോൾ അത്ഭുതകരമായി ചോറും കറിയും കിട്ടുന്നത് പോലെ അഭീഷ്ടസിദ്ധിക്കുള്ള എളുപ്പവഴിയായി പ്രാർത്ഥനയെ കണക്കാക്കുന്നവരുണ്ട്. നമ്മുടെ അഭീഷ്ടങ്ങൾ സാധിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ശക്തിയെ ഉപയോഗിക്കുന്നതിനുള്ള ഇന്ദ്രജാലമായി പ്രാർത്ഥനയെ കണക്കാക്കുമ്പോഴാണ് അത് ബാലിശമായി പോകുന്നത്. നമുക്ക് തനിയെ ചെയ്യാവുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യണമെന്ന് നാം ആഗ്രഹിച്ചുകൂടാത്തതാണ്. പ്രാർത്ഥന നമുക്ക് കാര്യങ്ങൾ സാധിച്ചു തരികയല്ല, തനിയെ ചെയ്യാനുള്ള പ്രാപ്തി സമ്പാദിച്ചു തരികയാണ് ചെയ്യുന്നത്. ബുദ്ധിയുള്ള മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് അവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറില്ലല്ലോ. കുട്ടികൾ തനിയെ ചെയ്യേണ്ട കാര്യങ്ങൾ പരസഹായം കൂടാതെ ചെയ്യാൻ മാതാപിതാക്കൾ അവരെ പ്രാപ്തരാക്കി തീർക്കുന്നു. ഗൃഹപാഠ കണക്കുകൾ ചെയ്തു കൊടുക്കുകയല്ല, തനിയെ ചെയ്യാൻ പ്രാപ്തരായി തീരുന്നതിന് കുട്ടികളെ സഹായിക്കുക മാത്രമാണ് അറിവുള്ള മാതാപിതാക്കളും അധ്യാപകരും ചെയ്യുന്നത്. അതുപോലെ ഏത് പ്രതിസന്ധിയെയും നേരിടാനും അതിജീവിക്കുവാനുമുള്ള ആത്മശക്തി ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്നു. കേവലം പതിവനുസരിച്ചുള്ള അനുഷ്ഠാനം മാത്രമായി പ്രാർത്ഥനയെ കണക്കാക്കുന്നവരുമുണ്ട്. രാവിലെയും വൈകുന്നേരവും ചില പ്രാർത്ഥനകൾ ഉരുവിടുന്നതുകൊണ്ട് മാത്രം അവർ തൃപ്തിപ്പെടുന്നു. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ വാക്കുകളല്ലാതെ ഹൃദയം ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ പ്രാർത്ഥനയ്ക്ക് വാക്കുകളില്ലെങ്കിലും ഹൃദയമുണ്ടായിരിക്കുകയാണ് ആവശ്യം. ഹൃദയ സാന്നിധ്യമില്ലാത്ത പ്രാർത്ഥന വ്യർത്ഥമായിരിക്കും. ഓർക്കണമേ, പ്രാർത്ഥന ബലഹീനൻ്റെ ശക്തിയും ശക്തൻ്റെ ബലഹീനതയുമാണ്. 1 ശമൂവേൽ 1:13. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസ്.